ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ഇന്നത്തെ സ്റ്റാർട്ടപ്പുകൾ നാളത്തെ ബഹുരാഷ്ട്ര കമ്പനികളാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒഡീഷയിലെ സംബൽപൂരിലുള്ള IIM സ്ഥിരം ക്യാമ്പസിന്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നിർവഹിച്ചു. രാജ്യത്ത് കോവിഡ് പ്രതിരോധ മരുന്ന് വിതരണത്തിന്റെ ഡ്രൈ റൺ വിജയകരമായി പൂർത്തിയാക്കി. ആസൂത്രിത നടപടികളിലൂടെ രാജ്യത്തെ കോവിഡ് മരണനിരക്ക് കുറയ്ക്കാൻ സാധിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കേരളത്തിൽ നിലവിൽ ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 65,054 ഇന്നലെ 4,991 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ത്യ UK വിമാന സർവീസുകൾ ഈ മാസം 8 മുതൽ പ്രതിവാരം 30 സർവീസുകൾ വീതം നടത്തുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി. വാർത്തകൾ വിശദമായി. ഇന്നത്തെ സ്റ്റാർട്ടപ്പുകൾ നാളത്തെ ബഹുരാഷ്ട്ര കമ്പനികളാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒഡീഷയിലെ സംബൽപൂരിലുള്ള IIM സ്ഥിരം ക്യാമ്പസിന്റെ ശിലാസ്ഥാപനം വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ IIM ക്യാമ്പസ് ഒറീസയുടെ മഹത്തായ പൈതൃകത്തെ പ്രതിനിധീകരിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നവീകരണം, സമഗ്രത, സമന്വയം എന്നിവയാണ് നമ്മുടെ മന്ത്രങ്ങൾ. ആഗോള വിപണിയിൽ ഇന്ത്യ എന്ന ബ്രാൻഡ് ഉയർത്തിയെടുക്കുന്നതിൽ രാജ്യത്തെ യുവാക്കൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചെറുകിട വ്യവസായങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ പ്രദേശം വോക്കൽ ഫോർ ലോക്കൽ എന്ന സർക്കാർ നയത്തെ പ്രോത്സാഹിപ്പിക്കും. ഹിരാക്കുഡ് ഡാം, ഡെബ്രിഗഡ് വന്യജീവി സങ്കേതം, സംബൽപുരി ടെക്സ്റ്റൈൽസ് എന്നിവ ഒഡീഷയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ വഴി തെളിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ബൂട്ടാ സിംഗ് അന്തരിച്ചു. 86 വയസ്സായിരുന്നു. രാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു. പരിചയസമ്പന്നനായ രാഷ്ട്രീയ പ്രവർത്തകനെയാണ് നഷ്ടമായതെന്ന് രാഷ്ട്രപതി അനുശോചന സന്ദേശത്തിൽ കുറിച്ചു. ദരിദ്രരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും ക്ഷേമത്തിനായി ശബ്ദമുയർത്തിയ നേതാവായിരുന്നു ബൂട്ടാ സിംഗ് എന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. രാജ്യത്ത് കോവിഡ് ചികിത്സയിൽ കഴിയുന്ന രോഗികളുടെ എണ്ണത്തിൽ വീണ്ടും കുറവ്. ആകെ രോഗബാധിതരിൽ 2.43% പേർ മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 2,50,000-ഓളം പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. അതിനിടെ കഴിഞ്ഞ 24 മണിക്കൂറിൽ 19,000-ഓളം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇതുവരെ 99 ലക്ഷത്തിലേറെ പേർ രോഗമുക്തി നേടിയതോടെ രോഗമുക്തി നിരക്ക് 96.12% ഉയർന്നു. 22,900 പേരാണ് ഇന്നലെ മാത്രം രോഗമുക്തി നേടിയത്. ആസൂത്രിത നടപടികളിലൂടെ രാജ്യത്തെ മരണനിരക്ക് 1.45% എത്തിക്കാൻ സാധിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്നലെ 224 കോവിഡ് മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്ത് കോവിഡ് പ്രതിരോധ മരുന്ന് വിതരണത്തിന്റെ ഡ്രൈ റൺ ഇന്ന് വിജയകരമായി പൂർത്തിയാക്കി. കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ശ്രീ വിജയ. വാക്സിൻ വിതരണത്തിന് മുന്നോടിയായി ഒരുക്കങ്ങൾ പൂർണ്ണസജ്ജമാണോ എന്ന് വിലയിരുത്താനുള്ള നടപടിയാണ് ഡ്രൈ റൺ. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 116 ജില്ലകളിലെ 259 കേന്ദ്രങ്ങളിൽ ഇന്ന് ഡ്രൈ റൺ നടന്നു. കേരളത്തിലെ 4 ജില്ലകളിലാണ് ഡ്രൈ റൺ സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിലാണ് ഡ്രൈ റൺ നടന്നത്. ഓരോ കേന്ദ്രത്തിലും 25 ആരോഗ്യ പ്രവർത്തകർ വീതം പങ്കെടുത്തു. രാവിലെ 9 മണി മുതൽ 11 വരെ 6 ആശുപത്രികളിലായാണ് കേരളത്തിൽ ഡ്രൈ റൺ നടന്നത്. കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ വാക്സിൻ വിതരണത്തിന് മുന്നോടിയായുള്ള ഡ്രൈ റൺ നടപടികൾ നേരിട്ടെത്തി വിലയിരുത്തി. വാക്സിൻ വിതരണത്തിനുള്ള മുന്നൊരുക്കങ്ങളും സജ്ജീകരണങ്ങളും അദ്ദേഹം പരിശോധിച്ചു. വാക്സിൻ വിതരണത്തിലെ അപാകതകൾ മുൻകൂട്ടി മനസ്സിലാക്കുകയാണ് ഡ്രൈ റണ്ണിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വാക്സിൻ ലഭ്യമാകുമ്പോൾ സൂക്ഷിക്കുന്നതിനുള്ള ശീതീകരണ സംവിധാനം വിലയിരുത്തുകയാണ് നടപടിയുടെ പ്രധാന ലക്ഷ്യം. വാക്സിൻ വിതരണം ഒഴികെയുള്ള മറ്റെല്ലാ നടപടികളും ഉൾപ്പെടുത്തിയാണ് ഡ്രൈ റൺ സംഘടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കോവിഡിനെതിരെ അടിയന്തര സാഹചര്യങ്ങളിൽ പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കോവിഷീൽഡ് വാക്സിൻ ഉപയോഗിക്കാൻ അനുമതി നൽകുന്നതിന് വിദഗ്ധ സമിതി ശുപാർശ ചെയ്തു. സിറം ഇൻസ്റ്റിറ്റ്യൂട്ടും ഭാരത് ബയോടെക്കും നൽകിയ അപേക്ഷകൾ പരിശോധിക്കാൻ ഇന്നലെ ഡൽഹിയിൽ ചേർന്ന സമിതി യോഗം തീരുമാനിച്ചു. ഡ്രഗ്സ് കൺട്രോളർ ജനറലാണ് വിദഗ്ധ സമിതിയെ നിയോഗിച്ചത്. ഓക്സ്ഫോർഡ് സർവകലാശാലയും ആസ്ട്രാസെനേക്കയും ചേർന്നാണ് കോവിഷീൽഡ് വാക്സിൻ വികസിപ്പിച്ചത്. കേരളത്തിൽ നിലവിൽ ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 65,054 ഉയർന്നു. എറണാകുളം, കോട്ടയം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പേർ ചികിത്സയിലുള്ളത്. അതേസമയം കേരളത്തിൽ ഇന്നലെ 5,111 പേർ രോഗമുക്തരാവുകയും 4,991 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇന്നലെ 23 കോവിഡ് മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 3,095 ആയി.
കേരളത്തിലെ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവുകൾ പ്രഖ്യാപിച്ചു. ഇതനുസരിച്ച് സിനിമാ തിയേറ്ററുകൾ അടുത്ത ചൊവ്വാഴ്ച മുതൽ തുറക്കാം. മാനദണ്ഡങ്ങൾ പാലിച്ച് പകുതി സീറ്റുകളിൽ മാത്രമേ ആളുകളെ പ്രവേശിപ്പിക്കാവൂ. ജനുവരി 5 മുതൽ ആരാധനാലയങ്ങളിലെ ഉത്സവങ്ങളും കലാപരിപാടികളും നിയന്ത്രണങ്ങളോടെ അനുവദിക്കും. ഹാളുകളിലും ഓഡിറ്റോറിയങ്ങളിലും പരമാവധി 100 പേർക്കും പുറത്തെ പരിപാടികളിൽ 200 പേർക്കുമാണ് ഒത്തുകൂടാൻ അനുമതിയുള്ളത്. പോലീസും സെക്ടറൽ മജിസ്ട്രേറ്റുമാരും ഇക്കാര്യം ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075ലും ദിശയുടെ 1056ലും ബന്ധപ്പെടാം. ഇന്ത്യ UK വിമാന സർവീസുകൾ ഈ മാസം 8 മുതൽ പുനരാരംഭിക്കും. ജനിതക മാറ്റം വന്ന കൊറോണ വൈറസിന്റെ വ്യാപനം ബ്രിട്ടനിൽ വർദ്ധിക്കുന്നത് കണക്കിലെടുത്തായിരുന്നു വിമാന സർവീസുകൾ നിർത്തിവച്ചത്. ഈ മാസം 23 വരെ പ്രതിവാരം 30 സർവീസുകൾ വീതം നടത്തുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. മുംബൈ, ഹൈദരാബാദ്, ഡൽഹി വിമാനത്താവളങ്ങളിൽ നിന്നായിരിക്കും സർവീസുകൾ. കോവിഡ് പശ്ചാത്തലത്തിൽ ലക്ഷദ്വീപിലേക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ട മുൻകൂർ ക്വാറന്റൈൻ നിബന്ധനകളിൽ ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ദ്വീപ് ഭരണകൂടം ഇറക്കിയ പുതിയ മാർഗനിർദ്ദേശങ്ങൾക്കെതിരെ വിവിധ ദ്വീപുകളിലായി പ്രതിഷേധ മാർച്ചുകൾ നടന്നു. നിലവിൽ ലക്ഷദ്വീപിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുൻപ് കൊച്ചിയിൽ 10 ദിവസം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനു ശേഷം പരിശോധന നെഗറ്റീവായവർ ദ്വീപുകളിൽ എത്തിയാൽ വീണ്ടും 7 ദിവസത്തെ ഹോം ക്വാറന്റൈനിലും ഇരിക്കണം എന്ന നിബന്ധനകളിലാണ് ഇളവ് നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം. നിലവിൽ കൊച്ചിയിൽ തുടർന്നു വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിങ്ങിൽ ഇളവുകൾ നൽകിയതിനെതിരെയാണ് ദ്വീപ് തലങ്ങളിലായി പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ ശക്തമായത്. കോവിഡ് പരിശോധനകളും മാസ്കും നിർബന്ധമാക്കിക്കൊണ്ട് വൻകരയിൽ നിന്നും നാടൻ ചരക്കപ്പലുകളുടെയും മത്സ്യശേഖരണ ബോട്ടുകൾ, ടൂറിസം ഉൾപ്പെടെയുള്ള വ്യാവസായിക പ്രവർത്തനങ്ങളിലേക്ക് ലക്ഷദ്വീപ് നീങ്ങുന്നതിന് മുന്നോടിയായാണ് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ ദ്വീപ് ഭരണകൂടം ഇത്തരം ഇളവുകൾ പ്രഖ്യാപിച്ചത്. ഇന്നലെ മുതൽ കവരത്തി ദ്വീപിൽ ആരംഭിച്ച പ്രതിഷേധ മാർച്ചിനിടെ ചില പ്രദേശങ്ങളിൽ ഉണ്ടായ ക്രമസമാധാന പ്രശ്നങ്ങളുടെ മേൽ പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെ മുൻനിര നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓപ്പറേഷൻ മുസ്കാന്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിൽ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിൽ കഴിഞ്ഞ മാസം 1088 പേരെ കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു. 77 കുട്ടികളെയും 621 സ്ത്രീകളെയും 390 പുരുഷന്മാരെയും ഉൾപ്പെടെയാണ് കണ്ടെത്തിയത്. കാണാതായ കുട്ടികളെ കണ്ടെത്തി പുനരധിവസിപ്പിക്കാനുള്ള ഓപ്പറേഷൻ മുസ്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനു കീഴിൽ തദ്ദേശ ഭരണകൂടം ഡിസംബർ 1-നാണ് ആരംഭിച്ചത്. ചൈനീസ് കടലിൽ അകപ്പെട്ട ഇന്ത്യൻ സഞ്ചാരികളെ സംബന്ധിച്ച വിഷയത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിനും മന്ത്രാലയത്തിലെ പാസ്പോർട്ട് വിസ സെക്രട്ടറിക്കും ഉൾപ്പെടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചു. ഇത് സംബന്ധിച്ച് കൈക്കൊണ്ട നടപടികളെക്കുറിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാനും കമ്മീഷൻ ആവശ്യപ്പെട്ടു. 146 ദിവസത്തോളമായി കടലിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ സഞ്ചാരികളെക്കുറിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ നടപടിയെടുക്കുകയായിരുന്നു. ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ ലക്ഷ്യമാക്കി പാകിസ്ഥാനിൽ നിരന്തരമായി നടക്കുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തി. പാക് സർക്കാരിന്റെ ഭാഗത്തുനിന്നും സുതാര്യമായ അന്വേഷണത്തിന് ഉത്തരവുണ്ടാകണമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. അന്വേഷണ റിപ്പോർട്ട് വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറണമെന്നും ഇന്ത്യ നിർദ്ദേശിച്ചു. നിലവിലെ കുറഞ്ഞ താങ്ങുവില പദ്ധതികൾ അനുസരിച്ച് കർഷകരിൽ നിന്നും കാർഷിക വിളകൾ സംഭരിക്കുന്ന നടപടികൾ രാജ്യത്ത് പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ. 487.92 ലക്ഷം മെട്രിക് ടൺ നെല്ല് ഇതുവരെ സംഭരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 24.93% കൂടുതലാണിത്. US എക്സിക്യൂട്ടീവിന്റെ നിർദ്ദേശപ്രകാരം 3 ചൈനീസ് കമ്പനികളെ ഒഴിവാക്കുമെന്ന് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അറിയിച്ചു. കമ്പനികൾക്ക് ചൈനീസ് മിലിറ്ററിയുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ചൈന മൊബൈൽ, ചൈന ടെലികോം, ചൈന യൂണികോം ഹോങ്കോങ് എന്നീ 3 കമ്പനികളെയാണ് ഒഴിവാക്കുന്നത്. ചൈനയും തായ്വാനും തമ്മിലുള്ള പ്രശ്നം അന്താരാഷ്ട്ര സമൂഹത്തെ ബാധിക്കുന്നതാണെന്ന് തായ്വാൻ പ്രസിഡന്റ് സായ് ഇങ്-വെൻ. തായ്വാൻ പ്രവിശ്യയിലേക്കുള്ള ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ തുടർച്ചയായുള്ള നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. ISL ഫുട്ബോളിൽ ഇന്ന് ഒരു മത്സരം. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിയുമായി ഏറ്റുമുട്ടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്നത്തെ സ്റ്റാർട്ടപ്പുകൾ നാളത്തെ ബഹുരാഷ്ട്ര കമ്പനികളാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒഡീഷയിലെ സമ്പൽപൂരിലുള്ള IIM സ്ഥിരം ക്യാമ്പസിന്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നിർവഹിച്ചു. രാജ്യത്ത് കോവിഡ് പ്രതിരോധ മരുന്ന് വിതരണത്തിന്റെ ഡ്രൈ റൺ വിജയകരമായി പൂർത്തിയാക്കി. ആസൂത്രിത നടപടികളിലൂടെ രാജ്യത്തെ കോവിഡ് മരണനിരക്ക് കുറയ്ക്കാൻ സാധിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കേരളത്തിൽ നിലവിൽ ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 65,054 ആയി. ഇന്നലെ 4,991 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു.
ഇന്ത്യ UK വിമാന സർവീസുകൾ ഈ മാസം 8 മുതൽ പ്രതിവാരം 30 സർവീസുകൾ വീതം നടത്തുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR_news_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.